ഇന്ന് സ്കൗട്ടുമായി ബന്ധപ്പെട്ട എന്തോ ഒരു അവാർഡ് ദാന ചടങ്ങിലേക്ക് കേരളത്തിൻ്റെ സ്കൗട്ടിൻ്റെ ചുമതലയുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹം വേറെ ഏതൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയായിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴേക്കും ഈ പറഞ്ഞ കാവിക്കോടി പിടിച്ച് നിൽക്കുന്ന സ്ത്രീയുടെ പടത്തിൻ്റെ മുന്നിൽ മന്ത്രവാദമൊക്കെ നടത്തി വിളക്കുമൊക്കെ കൊളുത്തിയ ശേഷമാണ് ശിവൻകുട്ടി എത്തിയത്. ശിവൻകുട്ടി വന്നിരുന്നു. അപ്പോൾ ശിവൻകുട്ടിക്ക് അപകടം മനസ്സിലായി. തലേ ദിവസം ഇന്നലെ വിളിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങൾ ആ ഫോട്ടോ പ്രദർശനമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ വാക്ക് തെറ്റിച്ചുകൊണ്ട് ആ ഫോട്ടോ പ്രദർശനം നടത്തി. ഇത് നടത്തുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ആരിഫണ്ണം വന്നതിന് ശേഷം പരസ്യമായാണല്ലോ കോളേജുകളുടെ പ്രിൻസിപ്പൽമാരായാലും ശരി, വൈസ് ചാൻസലർമാരായാലും ശരി, പിന്നെ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥന്മാർ എല്ലാം ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. ബി ജെ പിയുമായിട്ടും ആർ എസ് എസുമായി ബന്ധപ്പെട്ട ആളുകളെ മാത്രമല്ലേ അതിൽ വയ്ക്കൂ. ഹരിയം കർത്തയൊക്കെ കണ്ടില്ലേ വന്ന് പൊറുതിയായ രാജ്ഭവനിൽ. ഇപ്പോൾ ഇതാ ജന്മഭൂമിയിലെ എന്തോ ശ്രീകുമാറിനെ PR ആയിട്ടോ എന്തോ ജന്മഭൂമിയിൽ നിന്ന് നേരിട്ട് രാജ്ഭവനിലേക്ക്. അങ്ങനെ സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കുന്ന രാജ്ഭവനിൽ മുഴുവൻ അദ്ദേഹം BJP RSSകാരെ കൊണ്ട് നിറയ്ക്കുകയാണ്. അപ്പോൾ ശിവൻകുട്ടി സഖാവിൻ്റെ അല്ലെങ്കിൽ മന്ത്രി ശിവൻകുട്ടിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, ഈ കോണവും ഈ പെണ്ണുമ്പിള്ളയുടെ പടമൊക്കെ വെച്ചുള്ള പൂജയുണ്ടോ എന്ന്. ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ